വാ വാ കണ്ണേട്ടാ. ഗൈസ് നോക്കൂ നിങ്ങൾ, 12 മണിയായിട്ട് ഓണത്തിന് അതന്നെ. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താ വെച്ചാൽ, ഇന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലത്തെ, അതായത് പപ്പേൻ്റെ തറവാട്ടിൽ ഓണം സെലിബ്രേഷനാണ്. അപ്പോൾ കുളിച്ച് റെഡിയായിട്ടില്ല, റെഡിയാവുന്നുള്ളൂ. മുടി കെട്ടാൻ അറിയാത്തതുകൊണ്ട് ഏത് നേരം നോക്കുമ്പോൾ ഇതേ സ്റ്റൈലായിരിക്കും. ഒരു ട്രഡീഷണൽ ഡ്രസ്സിൽ വരാനാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടിട്ട് ബാക്കി വീഡിയോസ് കാണാം. അങ്ങനെ ഇതാണ് എൻ്റെ ട്രഡീഷണൽ ലുക്ക് ഇന്നത്തെ ഓണം പരിപാടിൻ്റെ. ഭംഗിയുണ്ടല്ലേ കാണാൻ? നോട്ട് ബാഡ്. സുന്ദരിക്ക് പൊട്ട് തൊടൽ എന്ന ഗെയിമിൻ്റെ സുന്ദരീനെ വരയ്ക്കാൻ എന്നോടാണ് ഏൽപ്പിച്ചത്. ഒട്ടും ടൈമില്ലേനോ, അതുകൊണ്ട് തന്നെ എങ്ങനെയല്ലോ വരച്ച് ഇഷ്ടാവോ ഇല്ലയോ അതൊന്നും അറിയില്ല. പരിപാടി തുടങ്ങാനായി എന്നാ പറഞ്ഞേ. എങ്ങനെയുണ്ട് ഫസ്റ്റ് ഓണം? എങ്ങനെയുണ്ട് നാലാമത്തെ ഓണം? അത് മൂന്നാമത്തെ ഓണം. ഇതിനെ കൊണ്ട് എന്താ പറയാനുള്ളത്? നമ്മളിവിടെ ഓണപരിപാടി ആഘോഷിക്കുകയാണ്. തട്ടിക്കുട്ട് പൂക്കളം. പറയാനല്ലേ ഓണത്തിനെ കുറിച്ച്? ഓണത്തിനെ പറ്റി ചില ഓണം കഴിഞ്ഞ് 4 നാളത്തെ പരിപാടി 3 നമ്പർ പോലെ ആയിപ്പോയെന്നാണ് നമുക്കുള്ള അഭിപ്രായമുള്ളൂ. കാരണം വെച്ചാൽ ഇത്രയൊരു കാലാവസ്ഥ ഇന്ന് വരുന്നുള്ള പ്രതീക്ഷയിലാണോ ഈ പരിപാടി നടത്തുന്നതന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അത്രയും വളരെ നല്ലൊരു കാലാവസ്ഥയാണ് ഇന്ന് കാണുന്നത്. ആദ്യം ഷർട്ട് മുമ്പോട്ട് കിടന്നിറങ്ങിയതാ. വാ വാ കണ്ണേട്ടാ. ഗൈസ് നോക്കൂ നിങ്ങൾ, 12 മണിയായിട്ട് ഓണത്തിന് അതന്നെ. ഇത് ഗൈസ് എന്തായാലും ഞങ്ങൾ കട്ട് ചെയ്യാതെ ഇടുന്നതാണ്. കണ്ടോ, കല്യാണം കഴിഞ്ഞ മനുഷ്യന്റെ ആദ്യത്തെ ഓണാണ്. അതന്നെ. ന്യൂ മെമ്പർ ആയിട്ടുള്ള അനുശേഷിയാണ്. രണ്ടാളെയും ഓണപരിപാടിക്ക് വെൽക്കം ചെയ്യാണ്. സർവസംസ്കൃതമൂർത്തേ സാമ്പാർ വേണ പോരാ